അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:15 പുറപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ പോകാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. വന്ദേ ഭാരതിൻ്റെ C2 കോച്ച് തപ്പി നടക്കുകയാണ്. അങ്ങനെ ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. C2 കോച്ച് കണ്ടുപിടിച്ച് യാത്രക്കാർ ഓരോരുത്തരായി കോച്ചിലേക്ക് കയറി. എൻ്റെ കൂടെ ഭാര്യ മായയുണ്ട്, മായയുടെ അമ്മയുണ്ട്, പിന്നെ മക്കൾ അനഘയും വൈഷ്ണവിയുമുണ്ട്. അങ്ങനെ ഞങ്ങൾ 5 പേരടങ്ങുന്ന സംഘമാണ് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. അമ്മയുടെയും മായയുടെയും വന്ദേ ഭാരതിലെ ആദ്യ യാത്രയാണ്. ട്രെയിൻ പുറപ്പെട്ട കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ലഘുഭക്ഷണം എത്തി. കാപ്പി കുടിച്ച് ഞങ്ങൾ ഉറക്കത്തെ ഒട്ട് അകറ്റി നിർത്തി. വന്ദേ ഭാരത് ഒരു 85-90 കിലോമീറ്റർ സ്പീഡിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുലകാല ദൃശ്യങ്ങളാണ്. നേർത്ത മഞ്ഞ് ഇവിടെയെല്ലാം ഉണ്ട്. നിർഭാഗ്യവശാൽ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഇപ്പോൾ വലിയ മഞ്ഞൊന്നുമില്ല. ട്രെയിൻ കോട്ടയം സ്റ്റേഷൻ അടുക്കാറായി. കോട്ടയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കൊണ്ടുവന്നു. അപ്പവും കടലക്കറിയും പിന്നെ ഫ്രൂട്ടിയും ഒക്കെ അടങ്ങുന്നതായിരുന്നു ഭക്ഷണം. ട്രെയിനിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എറണാകുളത്തെത്തിയിട്ട് അതിനു വേണ്ടി സമയം ചെലവഴിക്കണ്ടല്ലോ എന്ന് കരുതി ഭക്ഷണം ഉൾപ്പെടെയാണ് ബുക്ക് ചെയ്തത്. 180 രൂപയാണ് എക്സ്ട്രാ ഇതിന് ചാർജ്. അങ്ങനെ കൃത്യം 8:25 തന്നെ ഞങ്ങൾ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനിലേക്ക് ആണ് ഞങ്ങൾക്ക് പോകേണ്ടത്. നേരെ റെയിൽവേ സ്റ്റേഷന് വെളിയിലെത്തി. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. വഴിയിൽ 1-2 പേരുടെ അടുത്ത് ഡയറക്ഷൻ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് പോകാനായി സൗത്ത് മെട്രോ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ എസ്കലേറ്ററൊക്കെ കയറി പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 2-ലാണ് സൗത്തിലേക്കുള്ള മെട്രോ വരുന്നത്. മെട്രോ എത്തിച്ചേർന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്കും മായയ്ക്കും സീറ്റ് കിട്ടി. ഏതാനും മിനിറ്റുകൾ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സൗത്ത് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്നും ലിഫ്റ്റ് വഴി നേരെ താഴേക്ക് പോയി. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 750 മീറ്റർ മാറി വാരിയം റോഡിലുള്ള ട്രാവൻകൂർ കോർട്ട് എന്ന ഹോട്ടലിലായിരുന്നു ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിന് സമീപമെത്തി. ഇതാണ് ട്രാവൻകൂർ കോർട്ട് ഹോട്ടൽ. ഇതിൻ്റെ മുൻഭാഗത്ത് കുറച്ച് പണി നടക്കുന്നതിനാൽ പുറകുവശം വഴിയായിരുന്നു ഞങ്ങൾ അകത്തേക്ക് കയറിയത്.
ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം 1 മണിയായിരുന്നു. പക്ഷേ 2 റൂം ബുക്ക് ചെയ്തതിൽ ഒരു റൂം അഡീഷണൽ പൈസ കൊടുത്ത് ഏർലി ചെക്ക് ഇൻ നടത്തി ഞങ്ങൾ റൂമിലെത്തിയിരിക്കുകയാണ്. അവിടെ പെട്ടെന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷായി. അതിനുശേഷം വൈറ്റിലയിലേക്ക് പോകുവാനായി സൗത്ത് മെട്രോ സ്റ്റേഷനിലേക്ക് യാത്രയായി. വൈറ്റിലയിലെത്തി വാട്ടർ മെട്രോയിൽ കയറുക, അതാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ. ഇത് സൗത്തിലേക്ക് പോകുന്ന വഴിയുള്ള ഷോപ്പിംഗ് ഏരിയാസാണ്. തുണിക്കടകളുണ്ട്, ഭക്ഷണശാലകളുണ്ട്. നല്ല വൃത്തിയുള്ള തെരുവ് തന്നെയാണ്. പോകുന്ന വഴി വെയിലിൽ നിന്നും രക്ഷ നേടാൻ കുടയും തൊപ്പിയുമൊക്കെ ഞങ്ങൾ വാങ്ങി. അതിനുശേഷം നേരെ സൗത്ത് മെട്രോ സ്റ്റേഷനിലേക്ക് വച്ചുപിടിച്ചു. ഞങ്ങൾ വൈറ്റിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്യുകയാണ്. ഉടൻ തന്നെ മെട്രോ എത്തി. പുറകിലുള്ള ഒരു ബോഗിയിലാണ് ഞങ്ങൾ കയറിയത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാലും ഒരു സ്ത്രീയുടെ കാരുണ്യം കൊണ്ട് അമ്മയ്ക്ക് സീറ്റ് കിട്ടി. മെട്രോയിൽ പോകുമ്പോഴുള്ള കൊച്ചിയുടെ കാഴ്ചകളാണ്. ഏതൊരു വൻ നഗരവുമായി കിടപിടിക്കുവാൻ കഴിവുള്ള സ്കൈലൈൻ തന്നെയാണ് നമ്മുടെ കൊച്ചിക്കുമുള്ളത്. ഇതിൽ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം. ഒരു വലിയ സിറ്റിയുടെ ഭാവഹാവാദികൾ അറബിക്കടലിൻ്റെ ഈ കൊച്ചു റാണിക്കുമുണ്ട്. എത്ര മനോഹരമാണ് കൊച്ചിയുടെ സ്കൈലൈൻ. അങ്ങനെ വൈറ്റില ബൈപ്പാസ് കഴിഞ്ഞു. അകലെ മൊബിലിറ്റി ഹബിൻ്റെ കെട്ടിടങ്ങൾ കാണാം. വൈറ്റില സ്റ്റേഷനിലേക്ക് മെട്രോ അടുക്കുന്നു. ഞങ്ങൾ വൈറ്റില സ്റ്റേഷനിൽ ഇറങ്ങി വാട്ടർ മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. വൈറ്റില മെട്രോ സ്റ്റേഷന് വളരെ അടുത്ത് തന്നെയാണ് വാട്ടർ മെട്രോ സ്റ്റേഷൻ. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ മെട്രോ സ്റ്റേഷൻ്റെ താഴെ കുറച്ച് ലഘുഭക്ഷണശാലകളൊക്കെ ഉണ്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. പടിക്കെട്ടുകളെല്ലാം ഇറങ്ങി ഞങ്ങൾ താഴെ എത്തി. വാട്ടർ മെട്രോ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. അരമണിക്കൂർ കൂടുമ്പോൾ മെട്രോ സർവീസുണ്ട്. വൈറ്റിലയിൽ നിന്നും കാക്കനാട്ടേക്കാണ് സർവീസ്. 11:50 ഒരു ബോട്ടുണ്ട്. അത് കിട്ടുമോ എന്ന ശ്രമത്തിലാണ് ഞങ്ങൾ. ഇപ്പോൾ സമയം 11:40 അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോ സ്റ്റേഷനിലെത്തി. പക്ഷേ നിർഭാഗ്യവശാൽ 11:50 ബോട്ട് ഫുള്ളായിരുന്നു. 11:50 ബോട്ടിൽ കയറുവാനുള്ളവരുടെ നിരയാണ് ആ കാണുന്നത്. ഒരു ബോട്ടിൽ
90 ആൾക്കാർക്ക് സഞ്ചരിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത ബോട്ട്, അതായത് 12:30-ക്കുള്ള ബോട്ടിലേ പോകുവാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്തായാലും 12:30-യുടെ ബോട്ടിൽ പോകുവാൻ തീരുമാനിച്ച് അവിടെ വെയിറ്റ് ചെയ്തു. 11:50-ൻ്റെ ബോട്ടിലേക്കുള്ള യാത്രക്കാരെയെല്ലാം കയറ്റി ബോട്ട് പോയി. 12:30-യുടെ ബോട്ടിലെ ആദ്യ യാത്രക്കാരായി തന്നെ ഞങ്ങൾ അകത്ത് കയറി ക്യൂവിൽ സ്ഥാനം പിടിച്ചു. അപ്പോഴും ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. വരുന്നവരെല്ലാം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ക്യൂവിൽ സ്ഥാനം പിടിച്ചു. ഇത് ഒരു പാസഞ്ചർ സർവീസ് എന്നതിലുപരി ഒരു ടൂറിസം ആക്ടിവിറ്റിയായാണ് എനിക്ക് തോന്നിയത്. കൂടുതലും ഞങ്ങളെപ്പോലെ ഇതിൽ കയറുവാൻ വരുന്നവരാണ്. ആരും തന്നെ വൈറ്റിൽ നിന്നും കാക്കനാട്ടേക്ക് പോകുവാൻ ഈ സർവീസ് ഉപയോഗിക്കുന്നതായി എനിക്ക് തോന്നിയില്ല. ഞങ്ങൾക്ക് പോകുവാനുള്ള ബോട്ട് കാക്കനാട്ട് നിന്നും എത്തിച്ചേർന്നു. ആളുകൾ ഇറങ്ങിത്തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കയറുവാൻ വേണ്ടി ക്യൂവിൽ സ്ഥാനം പിടിച്ചു. ഇതാണ് ബോട്ടിലേക്ക് കയറുവാനുള്ള വഴി. ഗംഭീരമായ ബോട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിനകത്ത് കയറി ഒരു സീറ്റ് തപ്പിപ്പിടിച്ച് ഇരുപ്പുറപ്പിച്ചു. ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നു. ധാരാളം കുട്ടികളുമുണ്ട്. വെക്കേഷൻ ടൈമാണല്ലോ. ബോട്ടിൽ ആൾക്കാർ നിറച്ചായി. പലർക്കും സീറ്റില്ല, നിൽക്കുകയാണ്. എന്നാലും ആകെ ഒരു ടൂറിസ്റ്റ് അന്തരീക്ഷം തന്നെയാണ് ബോട്ടിനകത്തുള്ളത്. വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യുക എന്നത് തന്നെയാണ് ഇതിനകത്തെ എല്ലാവരുടെയും ലക്ഷ്യം. അങ്ങനെ ബോട്ട് പുറപ്പെടാറായി. എല്ലാവരും കയറി കഴിഞ്ഞു. ഇനി വാട്ടർ മെട്രോ യാത്രയുടെ ദൃശ്യങ്ങളിലേക്ക്. കൊച്ചു കൊച്ചൊരു കൊച്ചി ഓള് നീലക്കടലിന്റെ മോള് കൊച്ചു കൊച്ചൊരു കൊച്ചി ഓള് നീലക്കടലിന്റെ മോള്. പണ്ട് പണ്ടൊരു നാള് ഓള് പ്രായമറിഞ്ഞൊരു കാലം. കൊച്ചു കൊച്ചൊരു കൊച്ചി ഓള് നീലക്കടലിന്റെ മോള്. പണ്ട് പണ്ടൊരു നാള് ഓള് പ്രായമറിഞ്ഞൊരു കാലം. പച്ചക്കൊടിയും പറത്തി വന്നെത്തി. എന്തിനാ? പച്ചക്കൊടിയും പറത്തി വന്നെത്തി. വെള്ളിത്തുരുത്തു പോലൊരു കപ്പൽ, വെള്ളിത്തുരുത്തു പോലൊരു കപ്പൽ, വെള്ളിത്തുരുത്തു പോലൊരു കപ്പൽ. പച്ചക്കോടിയും പറത്തി വന്നെത്തി. വെള്ളിത്തുരുത്തി മോശമല്ല. കൊച്ചു കൊച്ചൊരു കൊച്ചി ഓള് നീലക്കടലിന്റെ മോള്. പണ്ട് പണ്ടൊരു നാള് ഓള് പ്രായമറിഞ്ഞൊരു കാലം. കപ്പലിലുള്ളൊരു രാജകുമാരൻ പെണ്ണിനെ കണ്ട് കൊതിച്ച് ആ പെണ്ണിന് നാണമുദിച്ച്. കപ്പലിലുള്ളൊരു രാജകുമാരൻ പെണ്ണിനെ കണ്ട് കൊതിച്ച് ആ പെണ്ണിനെ നാണമുദിച്ചു. കരയിലൊരഞ്ഞൂറ് തിര വന്നു കൂടി.
കരയിലൊരഞ്ഞൂറ് തിര വന്നു കൂടി മൈലാഞ്ചി പൂവിരിച്ച് തുടുതുടെ മാനം ചുവന്ന് മാനം ചുവന്ന് മാനം ചുവന്ന് മാനം ചുവന്ന് കൊച്ചു കൊച്ചൊരു കൊച്ചി ഓള് നീലക്കടലിന്റെ മോള് ആ പണ്ടൊരു നാള് ഓള് പ്രായമറിഞ്ഞൊരു കാലം പെണ്ണിനെ വേണം പെണ്ണ് തരില്ല പൊന്ന് തരാമേ ഇന്ന് തരാമേ മഞ്ചലിലേറി എക്കര വന്ന് ആര് പറഞ്ഞേ നമ്മൾ കണ്ട് കരയിലും മൊഞ്ചത്തിയാവും കൊച്ചിയെ നിക്കാഹ് ചെയ്യാൻ ആ രാജകുമാരൻ ഉറച്ചു ഏഴ് കരയിലും മൊഞ്ചത്തിയാവും കൊച്ചിയെ നിക്കാഹ് ചെയ്യാൻ ആ രാജകുമാരൻ ഉറച്ചു നഹറായിട്ടായിരം തളിക പണിഞ്ഞേ മണവാട്ടിക്കെന്ന് കൊടുത്തു മണവാട്ടിക്കെന്ന് കൊടുത്തു 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 മണവാട്ടിക്കെന്ന് കൊടുത്തു ആശുകൊണ്ടല്ലേ വച്ചുവാവണത് കൊച്ചു കൊച്ചൊരു കൊച്ചി ഓള് നീലക്കടലിന്റെ മോള് ആ പണ്ടൊരു നാള് ഓള് പ്രായമറിഞ്ഞൊരു കാലം പച്ചക്കൊടിയും പറത്തി വന്നെത്തി വെള്ളിത്തുരുത്തു പോലൊരു കപ്പൽ വെള്ളിത്തുരുത്തു പോലൊരു കപ്പൽ വെള്ളിത്തുരുത്തു പോലൊരു കപ്പൽ കൊച്ചു കൊച്ചൊരു കൊച്ചി ഓള് നീലക്കടലിന്റെ മോള് ആ പണ്ടൊരു നാള് ഓള് പ്രായമറിഞ്ഞൊരു കാലം സീപോർട്ട് എയർപോർട്ട് റോഡാണ് മുകളിലൂടെ പോകുന്നത്. അങ്ങനെ നമ്മൾ കാക്കനാടോട് അടുത്തിരിക്കുകയാണ്. രാജഗിരി കോളേജിൻ്റെ ബിൽഡിങ്ങുകൾ തല ഉയർത്തി നിൽക്കുന്നു. ഞങ്ങളെ ബോട്ട് അങ്ങനെ കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി എല്ലാവരും ഇവിടെ ഇറങ്ങണം. ആളുകൾ ഓരോരുത്തരായി സീറ്റിൽ നിന്നും എഴുന്നേറ്റ് വെളിയിലേക്ക് നടന്നു തുടങ്ങി. ഞങ്ങളും അവരോടൊപ്പം ചേർന്നു. ഞങ്ങളങ്ങനെ കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ വെളിയിലെത്തി. തിരിച്ച് ഹോട്ടലിലേക്ക് പോകുവാൻ ഒരു ഊബർ ബുക്ക് ചെയ്ത് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.